ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മളൊരു ഇവിടുന്ന് ഒരു 1 അവർ എടുക്കും. 1 അവർ ദൂരമുള്ള ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. ഇറ്റ്സ് നെയിം പെയിൻഷിൽ. സോ ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടി അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി ഇറ്റ്സ് എ നൈസ് പ്ലേസ്. ഇതിൻ്റെ ഒരു ഹിസ്റ്ററി പറയുവാണെങ്കിൽ ഇത് 18th സെഞ്ച്വറിയിൽ ഉണ്ടാക്കിയതാണ്. ഇത് നിർമ്മിച്ചത് ഒരു 18th സെഞ്ച്വറിയിലാണ്. ഇറ്റ്സ് ഡിസൈൻ ബിറ്റ്വീൻ 1738 ആൻഡ് 1777 ബൈ ചാൾസ് ഹാമിൽട്ടൺ. ഇത് ആക്ച്വലി ഇതൊരു ഗാർഡൻ ലാൻഡ്സ്കേപ്പാണ്. ഇറ്റ്സ് ഷോഡ് ലൈക്ക് ഇംഗ്ലീഷ് ലാൻഡ്സ്കേപ്പ് മൂവ്മെൻറ്റ്. ആൻഡ് ഇവിടെ കുറച്ച് കാര്യങ്ങളുണ്ട് നമുക്ക് കാണാനായിട്ട്. ഒരു ഗ്രോട്ടോ ഉണ്ട്, ക്രിസ്റ്റൽ ഗ്രോട്ടോ, ഒരു ഗോത്തിക് ടെമ്പിൾ ഉണ്ട്, ആൻഡ് ചെറിയൊരു ടർക്കിഷ് ടെൻ്റ് ഉണ്ട്. സോ എനിവേ നമ്മൾ പോവുകയാണ് അങ്ങോട്ട്. അവിടെ ചെന്നിട്ട് ഓരോ കാര്യങ്ങളും ഞാൻ കാണിച്ചു തരാം. ആൻഡ് ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. ഒരു 1 day ട്രിപ്പ് അങ്ങനെയൊക്കെ നിങ്ങൾ പ്ലാൻ ചെയ്യുവാണെങ്കിൽ യു ക്യാൻ എക്സ്പ്ലോർ ദാറ്റ് ഗാർഡൻ. ആൻഡ് ഇത് ഞങ്ങളൊരു ഫുഡ് കഴിക്കാൻ കയറിയ ഒരു സ്ഥലമാണ്. ലൈക്ക് അതിൻ്റെ തന്നെ നോക്കാം, അതിൻ്റെ ലാൻഡ്സ്കേപ്പ് തന്നെ ഭയങ്കര ഭംഗിയാണ്. ഇവിടെ നിന്ന് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. കാരണം അവിടെ ചെന്ന് കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ ഒരു സെറ്റപ്പൊന്നും അവിടെ ഇല്ല. സോ വി കെയിം ഹിയർ ടു ടേക്ക് എന്തെങ്കിലും കഴിക്കാനായിട്ട് വന്നു. ഇത് ആക്ച്വലി ഒരു ചെറിയ ഇംഗ്ലീഷ് റെസ്റ്റോറൻ്റാണ്. ഭയങ്കര നല്ല ഫുഡായിരുന്നു. ഞങ്ങൾ ചെറിയ അവിടുത്തെ സ്പെഷ്യലായിട്ട് എന്താ ഉള്ളതെന്ന് ചോദിച്ച് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ട്രൈ ചെയ്തു. ഇറ്റ്സ് ഗുഡ്. ആൻഡ് ഈ ഹോട്ടലിൻ്റെ പുറകിൽ, ഈ റെസ്റ്റോറൻറ്റിൻ്റെ പുറത്ത് ഇങ്ങനെ ചെറിയ പൂക്കളൊക്കെ കണ്ട് കുറച്ച് നേരം നമുക്കിങ്ങനെ ഇവിടെയും സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പോട്ടായിരുന്നു ആക്ച്വലി. ഇത് ഞങ്ങൾ അൺഎക്സ്പെക്റ്റഡായിട്ട് വന്ന് കയറിയതാണ്. ഇതിൻ്റെ റണ്ണിങ് മാക്കിൾ എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ പേര്. ആൻഡ് ഇവിടെ ഒരു ഹോഴ്സ് റൈഡിങ് സ്പേസ് ഒക്കെ ഉണ്ട്. കുതിര ഓടിക്കാൻ അറിയാവുന്നവർക്ക് കയറാം. ഐ ഡോണ്ട് നോ. ഇതാണ് പെയിൻഷിലിൻ്റെ എൻട്രൻസ്. നമ്മൾ ഒരു ബ്രിഡ്ജൊക്കെ ക്രോസ് ചെയ്തിട്ട് വേണം അങ്ങോട്ട് പോകാൻ. ആൻഡ് ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ബ്രിഡ്ജ്. നമുക്കൊരു ചെറിയൊരു റിവർ പോലെ കാണാം. ആൻഡ് കുറച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് ഒരു എൻട്രൻസ് പോയിൻ്റ് ഉണ്ട്. നമ്മൾ അവിടെ നിന്നാണ് ടിക്കറ്റ് എടുക്കേണ്ടത്. ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അകത്തോട്ട് പോകാം. ഇതിൻ്റെ ഒരു സ്റ്റാച്യുവിൻ്റെ ഹിസ്റ്ററി ഒന്നും എനിക്കറിയത്തില്ല. ബട്ട് സി ഹായ്, ഈ പൂച്ച ആദ്യം ഞങ്ങൾ ആ പാലം തൊട്ടേ ഞങ്ങളുടെ മുന്നിലുണ്ട്. എനിവേ ഇതാണ് ഇവരുടെ എൻട്രൻസ് പോയിൻറ്റ്. ഇവിടുന്ന് നമുക്ക് സോവനിയേഴ്സ് അങ്ങനത്തെ കുറേ പൂക്കൾ, കുറേ എന്താ പറയുന്നത് മാഗ്നറ്റിക് സംഭവങ്ങൾ, പിന്നെ ബുക്സ്, അങ്ങനെ കുറേ സാധനങ്ങൾ, അല്ലറ ചില്ലറ സാധനങ്ങൾ ഇവിടെ നിന്ന് വാങ്ങിക്കാം. ആൻഡ് ഓൾസോ കപ്പുകൾ, ചെറിയ ചെറിയ മോണ്യുമെൻറ്റ്സ്, അതേപോലെ തന്നെ നമ്മളെ ഷോ ഐറ്റംസ്. അങ്ങനെ ഇവിടെ നിന്നൊരു മാപ്പ് വാങ്ങിച്ച് നമുക്ക് പോകാം. അല്ലെങ്കിൽ തന്നെ മാപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് വി ക്യാൻ നേരെ അങ്ങ് നടന്നാൽ പോലെ. ഇവിടെ ഇതിൻ്റെ ഹിസ്റ്ററി എഴുതിയിട്ടുണ്ട്. ആൻഡ് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര കണ്ടാലും ഒരു കണ്ണിന് കുളിർമയേകുന്ന രീതിയിൽ. പിന്നെ കുട്ടികൾക്ക് വേണ്ടി കുറച്ച് ബണ്ണീസ് ട്രെയിൽസും അങ്ങനെ ഇവരൊക്കെ സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിവേ ഞാൻ ആ സൈഡിലോട്ടൊന്നും പോകുന്നില്ല. ആൻഡ് ഇവിടുത്തെ മരങ്ങളാവട്ടെ, ഇവിടുത്തെ ഈ ഒരു ലാൻഡ്സ്കേപ്പ് ആവട്ടെ, എല്ലാം ഭയങ്കര നമുക്ക് എന്താ ഒരു റിഫ്രഷിങ്. നമ്മളൊരു കുറേ നമ്മളുടെ സ്ട്രെസ്ഫുൾ ലൈഫിൽ നിന്നും അങ്ങനത്തെ ഇഷ്യൂസ്, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ഒരു സെറ്റപ്പിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ ഭയങ്കര കാം ഫീലിംഗ് ആണ്, ഭയങ്കര പീസ്ഫുള്ളാണ്. അവിടെ ഒരു ചേച്ചി പട്ടിയുമായിട്ട് പോകുന്നുണ്ട്. നമുക്കിങ്ങനെ മാപ്പ് നോക്കി തന്നെ ഓരോ സ്പോട്ടിലും പോകാം. ഞാൻ ഓരോ സ്പോട്ടിലും ചെല്ലുമ്പോൾ നിങ്ങൾക്ക് കാണിക്കാം. ഈ മാപ്പിൽ കാണുന്ന എല്ലാ സ്പോട്ടിലും നമ്മൾ പോകണം. ആൻഡ് എൻ്റെ ആക്ച്വലി ഞാൻ വെയിറ്റിങ് ആ ഒരു ഗ്രോട്ടോ കാണാനാണ്. ഒരു ക്രിസ്റ്റൽ ഗ്രോട്ടോ ഉണ്ട്. എങ്ങനെയായിരിക്കും അതെന്നറിയാൻ. ആൻഡ് ഇവിടെ ഒരു ബ്യൂട്ടിഫുൾ കണ്ട റിവർ, നമ്മൾ ആദ്യം കണ്ട റിവറിൻ്റെ ബാക്കിയാണെന്ന് തോന്നുന്നു. എനിക്കറിയില്ല, ഐ ഡോണ്ട് നോ. നമുക്കത് ആക്ച്വലി നോക്കണം, ആ റിവർ തന്നെയാണോ എന്നുള്ളത്.
ഇതാണ് ആ ഗ്രോട്ടോ, ആ ക്രിസ്റ്റൽ ഗ്രോട്ടോയിലേക്കാണ് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു ഔട്ട്സൈഡ് വ്യൂ ആണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഗ്രോട്ടോ അവിടെ ഇവിടെയായിട്ട് നമുക്ക് ചെറിയ ഒരു ഈ പുറ്റ് പോലൊക്കെ കാണാൻ പറ്റും. ആ ഗ്രോട്ടോയിലോട്ടുള്ള ആ ഒരു വഴിയാണിത്. ഇതിലേക്കൂടെ ചെന്നിട്ടാണ് നമ്മൾ അകത്തോട്ട് കയറുന്നത്. ഇത് ആക്ച്വലി ഒരു ബൊട്ടാണിക്കൽ ഇന്നോവേഷൻ തന്നെയാണ്. അതിൻ്റെ നടുക്ക്, ഈ ഗാർഡൻ്റെ ഈ ഒരു ബൊട്ടാണിക്കൽ ഒരു ഗ്രൗണ്ട് സ്പേസിൻ്റെ നടുക്കാണ് ഈ ഒരു ഗ്രോട്ടോ ഇരിക്കുന്നത്. ഇത് ഭയങ്കര ഫേമസ് ആണ്. ഇത് നിങ്ങൾക്ക് ഗൂഗിളിലൊക്കെ നോക്കിയാൽ ഇതിൻ്റെ ഹിസ്റ്ററിയൊക്കെ കാണാൻ പറ്റും. ഇതിനകത്തോട്ട് കയറിയപ്പോൾ തന്നെ ഐ എം ഫീലിംഗ് ലൈക്ക്, എന്താ പറയുക, നമ്മളൊരു പുതിയ ലോകത്തോട്ട് ചെന്നുപെട്ടതുപോലെ. എനിക്ക് ഭയങ്കര ഫുൾ ഓഫ് ക്രിസ്റ്റൽസ്. അങ്ങനെ അതിൻ്റെ വർക്കിംഗ് ആയിരിക്കും. ഈ ഒരു ഗുഹയ്ക്കകത്തൊക്കെ കയറി ചെന്ന് നമ്മളെന്തോ ഒരു എനിക്ക് ചെറിയൊരു പേടി തോന്നില്ല. ആക്ച്വലി ഒരു പാമ്പിൻ്റെയൊക്കെ ഒരു പുറ്റിനകത്തോട്ട് കയറിയത് പോലെ ആയിരുന്നു തോന്നി. പക്ഷേ ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ. നമുക്ക് എയർ സർക്കുലേഷനൊക്കെ ഉണ്ട്. നമുക്ക് അങ്ങനെ ശ്വാസം മുട്ടോ അല്ലെങ്കിൽ ഒരു ക്ലോസ്ട്രോഫോബിയ ആൾക്കാർക്ക് അങ്ങനെ പേടിക്കുന്ന രീതിയിലൊന്നും അല്ല. വീഡിയോയിൽ പക്ഷേ അത്രയും വ്യക്തമല്ലായിരിക്കും, ബട്ട് ഇറ്റ്സ് വെരി നൈസ്. പിന്നെ നിങ്ങളോട് എനിക്ക് പറയാൻ ഞാൻ വിട്ടുപോയത്, ഈ ക്രിസ്റ്റൽസ് അതിൽ ഇതൊരു ഷിമ്മറിങ് ക്രിസ്റ്റൽസ് ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതാണ് ആ ടെൻറ്റ്. അഗെയിൻ ബാക്ക് ടു ആ ക്രിസ്റ്റൽസ് എന്ന് പറയുന്നത് ക്വാർട്സ്, ഫെഡ്സ്പാർ, ബ്ലൂ ജോൺ ഇങ്ങനെ പറയുന്ന പല ക്രിസ്റ്റൽസ് ചേർത്തിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ ടർക്കിഷ് ടെൻ്റാണ് ഇപ്പം ഞാൻ കാണിച്ചത്. ഇനി നമ്മളൊരു വീലിൻ്റെ അങ്ങോട്ട് പോവാണ്. ഒരു എന്താ പറയുന്നത്, ഒരു ഹിസ്റ്റോറിക്കൽ, ഇതും ഒരു ഹിസ്റ്റോറിക്കൽ സാധനം തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം. വി ആർ ഗോയിങ് ടു ദ വാട്ടർ വീൽ സൈഡ്. ഇതിൽ നേരെ കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് വാട്ടർ വീൽ കാണാൻ പറ്റും. ആക്ച്വലി ഈ പെയിൻഷിൽ പാർക്ക് എന്ന് പറയുന്നത് ഇപ്പോൾ ഗ്രേഡ് 1 ലിസ്റ്റഡ് ലാൻഡ്സ്കേപ്പിൽ പെടുന്ന ഒരു ഹിസ്റ്റോറിക്കൽ ആൻഡ് കൾച്ചറൽ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു പാർക്കാണ്. ആക്ച്വലി അത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് ഇതിൻ്റെ പേരിപ്പോൾ ഉള്ളത്. ഇത് ഒത്തിരി ഹിസ്റ്റോറിക്കൽ ഈവൻറ്റ്സ് നടന്ന ഒരു സ്പേസും കൂടാണ്. 160 ഏക്കേഴ്സിലാണ് ഇത് കിടക്കുന്നത്. ഒരു ഹാർമോണിയസ് ബ്ലെൻഡ് ഓഫ് ആർട്ട്, ആർക്കിടെക്ചേഴ്സ് ആൻഡ് നേച്ചർ ഡിഫൈൻസ് ദിസ് യുണീക്ക് ഹെറിറ്റേജ് സൈറ്റ്. ഇതാണ് ആ ടെമ്പിള്. ഇതൊരു ഗോത്തിക് ടെമ്പിളാണ്. ഇതും 18th സെഞ്ച്വറി തന്നെയാണ്. ഇത് ആക്ച്വലി ബിൽഡിംഗ്, ഇതിൻ്റെ കൺസ്ട്രക്ഷൻ വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതും ചാൾസ് ഹാമിൽട്ടൺ തന്നെയാണ് ഒരു ഗോത്തിക് ടൈപ്പ് ടെമ്പിളായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. 6 ഓഫ് ഇറ്റ് സൈഡ്സ് ആർ ഓപ്പൺ. എല്ലാ വിസിറ്റേഴ്സിനും കാണാൻ വേണ്ടിയാണ് അത് ഓപ്പൺ ആക്കിയിട്ടേക്കുന്നത്. ഒരു 5 ആർച്ച് ബ്രിഡ്ജൊക്കെ ഉണ്ട് ഇതിൻ്റെ സൈഡിൽ. ആൻഡ് ഇവിടെ നിന്നുള്ള വ്യൂ ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. നമുക്ക് കണ്ണെത്താ ദൂരത്ത് ഇങ്ങനെ പച്ചപ്പും ആൻഡ് ഇറ്റ്സ് എ ഫീലിംഗ് ഓഫ് സംതിങ്. 1981 ഈ ഗോത്തിക് ടെമ്പിൾ ഒന്ന് തകർന്നായിരുന്നു. പിന്നെയും ഇവർ റീബിൽഡ് ചെയ്ത് എടുത്ത ഒരു ടെമ്പിളാണിത്. 1985 ഇതിൻ്റെ റീബിൽഡിങ് കൺസ്ട്രക്ഷൻസൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അത് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. സോ ഇതൊക്കെയാണ് ഇന്നത്തെ കാര്യം. ഹോപ്പ് യു എൻജോയ്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.